എന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ സത്യമാണോ റാസിത്ത? വിശ്വസിക്കാനും പറ്റണില്ല. ഇനി ആൾക്കാരെ മുഖത്തേക്കൊക്കെ എങ്ങനെ നമ്മൾ നോക്കും? മക്കളും മരക്കളാണെങ്കിലും തരക്കടില്ല. തള്ളത് എന്ത് ഭാവിച്ചിട്ട് ഇത് എന്തിനുള്ള പുറപ്പാടാണ്? വയസ്സാകാലത്ത് ഓരോരോ കാട്ടിക്കൂട്ടല്. ഇനി എങ്ങനെ ആൾക്കാരെ മുഖത്തേക്ക് നോക്കും? അവൻ കൂടി ഒന്ന് പറഞ്ഞു തരി. അല്ല, അനക്ക് പത്താ മാണ്ടത് ഇജ്ജത്തിനെ കറന്ന് തുള്ളുണ്ട് ഇവളെ. പള്ളേലുണ്ടായിരുന്നു പേർന്നതൊക്കെ ഇമ്മല്ലേ, അത് ഇമ്മ നോക്കിക്കോളും. അല്ല പിന്നെ എത്ര നിസാരല്ലേ, ഇങ്ങക്കൊരു മാനക്കേടുമില്ല. നമ്മളെ പെരക്കാര് തറഞ്ഞിക്കണെങ്കിലേ എത്താവും സ്ഥിതി? കളിയാക്കി കൊല്ലും. അല്ല, നമ്മളെ കെട്ടിയന്മാർ അറിഞ്ഞിക്കണെങ്കിലോ ഓരോ മാനാഭിമാനം പോകൂലേ? സ്വന്തം കുട്ടികളും മക്കളാക്കേണ്ട സമയത്ത് തന്തിയും തള്ളിയും കൂടി കുട്ടികളും മക്കളും എങ്ങനെ സുഖിക്കാണ്. പറഞ്ഞിട്ടെന്നെ തൊലി ഉരിഞ്ഞു പോണ്. ജേ ഇനി കാണാ അയലൊക്കക്കാരെ വരവും പോക്കും കുത്തിയുള്ള വർത്താനം. ഞാൻ ഏതായാലേ ഇവിടെ നിക്കാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ മുന്നീർക്കാരനോട് പറഞ്ഞിട്ടേ ഇന്റെ പെരേക്ക് പോവുകയാണ്. എങ്ങനെ ഇവിടെ നിക്ക? നിങ്ങളെന്താച്ചാ കാട്ടിക്കോളി. എടി എത്തൊക്കെ ആയാലും അനക്കും എന്റെ കെട്ടിയവനും കുട്ടികളും മക്കളും ഇല്ലാഞ്ഞിട്ട് ഉള്ള പ്രാർത്ഥനയും നേർച്ചയായിട്ടൊക്കെ നടന്ന ആളല്ലേ നമ്മളമ്മ. അത് ഇത്ര പെട്ടെന്ന് ഇജ്ജ് മറന്നോ? അതൊന്നും അങ്ങനെ മറക്കാൻ പാടില്ല കേട്ടോ. എന്തൊക്കെ ആയാലും ഇമ്മാന്റെ ഈ കാര്യത്തിൽ വക്കാലത്ത് നിൽക്കാനേ ഇന്നെ കിട്ടൂല. ഞാൻ പോകുകയാണ്. ഞാനേ തീരുമാനിച്ച തന്നെയാണ്. എനിക്കേ മനുഷ്യന്മാരെ മുഖത്തേക്ക് നോക്കണം. ഇപ്പൊ എങ്ങനെയുണ്ട്? വരുന്നുണ്ട് ഓരോരുത്തർ വന്നിട്ടേ വിശേഷം കൂട്ടം പറഞ്ഞോളും. അത് കേട്ട് സമാധാനം പറഞ്ഞു നിന്നോളി. അല്ല റാസിയെ, എത്ര ഐശുവിനെത്തിക്കണേ? ഐശുവിനല്ലല്ലോ പറ്റിയത്, ഇമ്മാക്കല്ലേ. ഇമ്മാക്ക് പറ്റിയതിന്റെ പ്രതിഷേധാണ്. ആമിന, ആരാപ്പത്? ഇവിടെ ആരുമില്ലേ? ആ അല്ല ആമിന, ഞങ്ങൾ ഈ കേട്ടിക്കുന്നതൊക്കെ സത്യാണടി. ഏതായാലും വലിയ അതുറപ്പ് അയക്കണിട്ടാ. അത്രക്കും പുതുമുള്ള കാര്യല്ലേ നടന്നിക്കണത്. ഇല്ല റാസിയേ? ആ സത്യം തന്നെ ആണടി. പടച്ചോൻ തന്നത് 2 കജ്ജ് നീട്ടിയത് സ്വീകരിച്ച. അല്ലാതെ പെത്താ കാട്ടിന് നമ്മള്. ഞാൻ കാരണം ഇപ്പോ ചിലവർക്കൊന്നും അതത്ര പിടിച്ചിട്ടില്ല. കേട്ടില്ലേ? വല്ല മാനക്കേടുണ്ടോ വർത്താനത്തില്? കേട്ട് രസിച്ച് നിന്നോളി രണ്ടാളും. എന്നെ കൊണ്ടൊന്നും പറ്റൂല. തന്തിയും തള്ളയും കൂടി പെരയൊക്കെ എങ്ങനെ കേറി ചെല്ലുന്നാ ഓർക്കണത് ബാക്കിയുള്ളവര്. അതൊന്നും ഇപ്പൊ ഇജ്ജ് നോക്കണ്ട. ഏതൊക്കെ ആയാലും ഇജ്ജ് ഭാഗ്യവതി തന്നെയാണടി. 2 ആമക്കളിടയ്ക്കേ ഒരു പെൺതരിനെ കൂടി അനക്ക് തരണ്ടാവും പറിച്ചോന്. അതുകൊണ്ടാ ഞാൻ ഭാഗ്യവതിയാന്ന് പറഞ്ഞിക്കണേ. ഭാഗ്യവതി. ഇത് കേട്ടപ്പോ എന്റെ മക്കൾക്ക് ഞാൻ ഭാഗ്യം കേട്ടോളും. എങ്ങനുണ്ട്? അതൊന്നും ഇജ്ജ് കാര്യാക്കണ്ട ആമിന. ഇജ്ജ് സന്തോഷായിട്ട് ഇരിക്കടി. അനക്കറിയൂലേ, ഞാൻ ഇജ്ജ് ചെറുക്കനെ പെറ്റപ്പോ ഇജ്ജ് അമ്മായിയമ്മയും സക്കീറിനെ 4മത്തോനെ പെറ്റെടുക്കല്ലേനിയോ? അന്ന് അതൊക്കെ ഒരു സാധാരണ കാര്യല്ലേ. ഇപ്പോഴല്ലേ ഇപ്പത്തെ പെണ്ണുങ്ങൾക്ക് അതൊക്കെ ഒരു കുറച്ചിലയക്കണത്. ഒരുത്തി വരുന്നില്ലേ ഇതൊക്കെ ആക്കിയേക്കാനും കുട്ടികളെ വെക്കാനും കുളിപ്പിച്ചാനും ഒക്കെ. അതുകൊണ്ടേ ദുനിയാവിൽ ഇപ്പൊ എത്ര മനുഷ്യന്മാരുണ്ട്. കുട്ടികളും മക്കളും ഇല്ലാത്തവരും ഒറ്റന്നുള്ളവരും ഓലൊക്കെ പറിച്ചോനല്ലേ പറിച്ചിക്കണത്. അത് കരുതിയൊരു സമാധാനിച്ചളജ്. ഞാൻ അത് കേട്ട ഊറ്റത്തിലൊരു മണ്ടി പോന്നതാണ്. ഇജ്ജ് ഉള്ള സമയം സന്തോഷത്തിൽ കുത്തിരുന്നോ.
ആരെ മുഖത്തേക്ക് നോക്കിങ്ങാണ്ട് ഓലെ സന്തോഷവും ദുഃഖമൊക്കെ നോക്കി ഇന്നപ്പൊ നടക്കണ കാര്യാണോ? മക്കളോട് പറഞ്ഞോളാ ഞാൻ പോയിട്ടെന്നാല് ഞാൻ പിന്നെ വരണ്ട്. ആ ശരി എന്നാല്. നമ്മളെ അവസ്ഥ ഉമ്മക്കല്ലേ അറിയുള്ളൂ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മക്കളെ മുഖമൊന്നും മങ്ങിയാല് എനിക്ക് ഇടങ്ങേറ് തന്നെയാണ്. അതാരും എന്തൊക്കെ പറഞ്ഞാലും. അതിന് ആർക്കപ്പം മുഖം മങ്ങിയത്? മുഖം മങ്ങിയത് ഐശുവിനല്ലേ. ഓള് പോയി. പോകേ? എപ്പത്? ആ അതൊക്കെ ഉണ്ടായി. മുഖം ശരിക്കും മങ്ങിക്കണേ. പോയി വരട്ടോള്. ഞാൻ ഇക്കാനെ വിളിച്ച് കാര്യമൊക്കെ പറഞ്ഞേക്കണേ. ഇക്കാക്കൊരു പ്രശ്നമല്ല. ഇമ്മാനെ കാണാൻ തിടുക്കായിക്കണെന്നാ പറഞ്ഞിക്കണത്. ഓൽക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ എനിക്കെന്താ പ്രശ്നം? ഞാൻ എന്തിനാ ഉമ്മാനോട് വാസി കാട്ടണത്? അതുപോലെ തന്നെ ഇക്കാക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ മുനീർക്കാക്കും കുഴപ്പമില്ലാന്ന് തന്നെ എന്റെ മനസ്സ് പറയണത്. ഇത് ഐശുവിന്റെ വാസിപ്പുറത്തുള്ള പോക്കാ. ഓളെ ദേഷ്യം കെട്ടടങ്ങുമ്പോ തന്നാലെ ഇങ്ങോട്ട് വന്നോളും. ഒക്കെ ഇമ്മ കാരണല്ലേ റാസിയെ. ഇമ്മ കാരണം മക്കളിപ്പോ പെര വിട്ടിറങ്ങി പോകാന്നൊക്കെ പറഞ്ഞാല് ഇമ്മക്കത് സഹിച്ചാൻ കഴിയൂലല്ലോ. ഇപ്പാനോട് പറഞ്ഞിട്ട് ഇതെങ്ങനെയെങ്കിലും ഒഴിവാക്കിയാലോ എന്ന് ആലോചിച്ചാ. നിങ്ങളെന്തൊക്കെ അമ്മ വിളിച്ചു പറയണത്? ഒരു കഥയില്ല നിങ്ങക്ക്? ആരൊക്കെ എന്തൊക്കെയൊക്കെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ തീരുമാനം എടുക്കുകയാണോ വേണ്ടത്? ഇതെല്ലാരും അറിഞ്ഞിക്കണുണ്ടായല്ലോ. സ്വഭാവം മാറൂട്ടോ. എനിക്കറിയൂല എന്നെ. ആ എന്താടി? ആ പറ. എനിക്കറിയില്ല ചേച്ചി അധികം ദൂരൊന്നും പോകൂലെന്ന്. അപ്പത്തെ ദേഷ്യത്തില് അത് കേട്ടപ്പോടെ ഇറങ്ങിപ്പോയതല്ലേ. ദേഷ്യം ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ നോക്ക്. എന്ത് വരാൻ നോക്കേ? അതിനേ നിങ്ങളും അമ്മായിയും കൂടി വേറെ ആളെ നോക്കിക്കോളെ. എനിക്കേ ഒറ്റ തീരുമാനമേ ഉള്ളൂ. മനുഷ്യനെ നാണം കെടുത്തിയാൻ പോരാഞ്ഞിട്ട് ഇങ്ങളിഞ്ഞ അവിടെ എന്ത് കണ്ട് നിൽക്കുക? വല്ലാത്ത തൊലിക്കട്ടിനെ നിങ്ങൾക്ക് കിട്ടോ. അത് പിന്നെ എങ്ങനെ ആൾക്കാരെ മുഖത്ത് നോക്കി കഴിയുന്നതവിടെ? എങ്ങനെയും ഒഴിവാക്കണ വല്ല നല്ല തീരുമാനം എടുക്കാൻ പറഞ്ഞു കൊടുക്കി. അങ്ങനെ വല്ലതാണെങ്കിലേ ഞാൻ തിരിച്ചു വരാം. അല്ലാതെ ഇതൊരുമാതിരി ഇന്നെ കൊണ്ടൊന്നും പറ്റൂല. ഇങ്ങളവിടെ നിൽക്കണ പോലെ ഇന്നെ കൊണ്ട് പറ്റൂല. അതിന് ഇന്നെ വിളിക്കും വേണ്ടഞ്ഞ്. ഉമ്മാനോട് പറഞ്ഞു കൊടുക്കും നല്ലവർക്ക്. ഓൾക്കിപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. ഞാൻ കരുതി പോയ പോലെ തിരിച്ചു വരികക്കാരെന്ന്. ഓള് വരൂല. എന്നാ ഞമ്മക്കൊരു കാര്യം ചേച്ചി റാസിയെ. നമ്മളെ കുഞ്ഞോള് ഇന്നോ നാളെയൊക്കെ ആയിട്ട് വരാന്നല്ലേ പറഞ്ഞത്. ഏതായാലും ഇപ്പം അത് അധികമൊന്നും ആയിട്ടില്ലല്ലോ. ഞാനൊരു വജ്ജ് കണ്ടിക്കണേ. ഇമ്മ ഇങ്ങള് വെറുതെ ഒരാളെ വാക്കും കേട്ടേ വയറ്റിൽ പറഞ്ഞ ജീവൻ ഇല്ലാതെയൊക്കെ നോക്കണ്ട കേട്ടോ. ഇതിന് ഞാൻ കൂട്ടിക്കൂല. അങ്ങനെ എങ്ങനെയും കാട്ടിട്ടുണ്ടെങ്കിലേ പിന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നു കരുതണ്ട. പിന്നെ ഞാൻ ഈ വരെ നിങ്ങളൊപ്പം ഉണ്ടാവില്ല. പറഞ്ഞൊന്നും വേണ്ട.